പരമഹംസ യോഗാനന്ദ എന്ന് പറഞ്ഞ മഹായോഗി ആരാണെന്നാണ് ആദ്യം പറയുന്നത്. അദ്ദേഹം വാരണാസിയിലുള്ള ഗുരുവായ മഹാശയൻ എന്ന ഒരു മഹാൻ്റെ ശിഷ്യനായിരുന്നു പരമഹംസ യോഗാനന്ദ. ഈ പരമഹംസ യോഗാനന്ദ ജനിച്ചത് വളർന്നതൊക്കെ വാരണാസിക്ക് അടുത്ത് തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയ കുട്ടിയായിരുന്നു. ഇവർക്ക് ട്രെയിനിൽ ഭയങ്കര യാത്രയാണ്, ഫ്രീ ആയിട്ട് പോവാം. അച്ഛന് എപ്പോഴും റെയിൽവേയിലാണ് ജോലി. അപ്പോൾ തന്നെ കുട്ടികൾ വിടും, കുറേ ദൂരമൊക്കെ വിടും. അപ്പോൾ ഒരേ സ്ഥലത്തെത്തുമ്പോൾ അവിടെ അന്വേഷിക്കാനും ഒക്കെ ആളുണ്ട്. ഇവർ 8 മക്കളായിരുന്നു, 4 ആണും 4 പെണ്ണും. ആണുങ്ങളിൽ രണ്ടാമത്തവനാണ് ഇദ്ദേഹം. അങ്ങനെ ഇദ്ദേഹം വലുതായി. ഇദ്ദേഹം എപ്പോഴും പറയും ഈ യോഗിനെ ഒന്ന് കാണാന്ന് വെച്ചാൽ അങ്ങോരെ അച്ഛൻ്റെ ഗുരുവായിരുന്നു. അപ്പം ഗുരുവിനെ പറ്റിയിട്ട് അച്ഛൻ്റെ സുഹൃത്ത് പറയാണ്, ഈ നമ്മുടെ വാരണാസിയിലുള്ള മഹാശയൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു നിൻ്റെ അച്ഛനും അമ്മയും എന്ന് പറയണം. അപ്പം അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം എങ്ങനെയാണ് കണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ പറയും, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തനായിരുന്നു. അങ്ങനെ ഒരു ദിവസം അങ്ങനെ പോകുമ്പോൾ ഇവനോട് അച്ഛനോട് പറയാണ്, നിനക്ക് കാണണമെങ്കിൽ കാണണം വായു എന്ന് പറഞ്ഞാൽ അങ്ങോരും ഭഗവാന് ദൈവവിശ്വാസിയാണ്. അതേസമയം ഇവരെ ഗുരുവിനെ കാണണമെന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ ഭാര്യനെയും കൂട്ടിയിട്ട് വരാമെന്ന് പറയും. അങ്ങനെ വാരണാസിയിലേക്ക് പോവണം. അവിടെ ചെന്ന് അദ്ദേഹത്തിനെ കാണണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഈ മകന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ പറയും, അവനെ പറഞ്ഞ് പിരിവെക്കണ്ട, അവൻ ചിലപ്പോൾ അവൻ്റെ ജാതകത്തിൽ 3 കല്യാണം കഴിക്കും, എന്നിട്ട് സന്യാസിയാവുന്ന അതിൽ. അപ്പോൾ ഇവർ പറയും, ചേട്ടൻ എപ്പോഴും കളിയാക്കും, അതേ ഞാൻ നിന്നെ കല്യാണം കഴിപ്പിക്കൂടാ കല്യാണം. അപ്പോൾ അവൻ പറയും, കല്യാണം കഴിക്കില്ല, സന്യാസിയായി പോകുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ചേട്ടൻ നല്ല സ്വഭാവമുള്ളൊരു മനുഷ്യനായിരുന്നു. അമ്മമാരും പെങ്ങന്മാരൊക്കെ നല്ല സ്നേഹമുള്ളൊരു ആൾക്കാരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, രാമൻ. അദ്ദേഹത്തിൻ്റെ കഥ പറയാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഇങ്ങനെ വഴിയേ ഓരോ കഥകൾ പറഞ്ഞ് വരുമ്പോൾ ഇപ്പം ആദ്യത്തെ ഈ അധ്യായത്തിലാണ് അച്ഛനും അമ്മേനെയും പറ്റി. നല്ല ഭക്തരായിരുന്നു, ദാനശീലരായിരുന്നു അവർ. മറ്റുള്ളവർക്കൊക്കെ എന്തും കൊടുക്കുന്നതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക.